ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിൽ കാബൂളി കടലയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. 2 കപ്പ് കാബൂളി കടല തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് ഞാൻ ഇതെടുക്കണേ. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി പാകത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മൾ ഇത് അടുപ്പിൽ വെക്കുകയാണ്. ഇതൊരു 7 വിസിൽ വരെ വേവിച്ചെടുക്കണം, എന്നാലേ വേവുള്ളൂ. അപ്പോൾ 7 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കടല ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്, പാകമായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 6 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തത്, അതുകൂടി ഇട്ടുകൊടുക്കുക. പിന്നെ 2 മുളക് നെടുകെ കീറിയതും. എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടി നമുക്ക് ഇളക്കിയെടുക്കാം. അതിനു ശേഷം മീഡിയം സൈസ് 2 സവാള അരിഞ്ഞതുണ്ട്, അത് കൂടി ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പാണ്, പാകത്തിനായിരിക്കണം. ഇനി ഇത് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി ഓരോരുത്തർ എരിവിന് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് എഗ്ഗ് മസാല 1/4 ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഏകദേശം ഉള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ്. എന്നിട്ട് ഈ തക്കാളി വേഗം വെന്ത് വരാനായിട്ട് നമുക്ക് ഒരു പാത്രം കൊണ്ട് ഈ പാൻ ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിന്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട വേഗം കട്ട പിടിക്കുക. അതുകൊണ്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കടല നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്നുകൂടെ. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട ചേർത്ത കാബൂളി കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.